ഡോക്ടർ മോഹൻ വർഗീസ്, ഈ അരനൂറ്റാണ്ടായി ഈ സിനിമയും രാഷ്ട്രീയവും ഇഴപിരിഞ്ഞ് ഇഴചേർന്ന് നിൽക്കുന്ന ഒന്നാണ് തമിഴക രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഈ വിജയുടെ കടന്നുവരവ് വലിയ ഈ തമിഴ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന വലിയ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് വിജയിൻ്റെ വരവുണ്ടായത്. പക്ഷേ ഒരു ക്രൈസിസിനെ നേരിടാൻ വിജയിനാവില്ല എന്ന് വളരെ കൃത്യമായി ഇന്നലെ തെളിയിക്കപ്പെടുകയാണ്. സ്വന്തം അണികളാണ് അവിടെ നിൽക്കുന്നത്. ഈ രാഷ്ട്രീയ ആഭിമുഖ്യം കൊണ്ട് വന്നു ചേർന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. വളരെ കൃത്യമായി വിജയിനെ ആരാധിക്കുന്ന ആരാധകരാണ് അവിടെ തടിച്ചുകൂടിയത്. അപ്പോൾ ഈ 36 പേർ മരിച്ചു എന്നാണല്ലോ ആദ്യം വാർത്ത വന്നത്. ആ വാർത്ത വരുന്ന സമയത്ത് വിജയ് അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ചെന്നൈയിലേക്ക് വിമാനം കയറി പോകുന്ന വിജയിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എത്രത്തോളം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ വിജയിന് നിലനിൽക്കാൻ കഴിയുമെന്ന വലിയ ചോദ്യം ഇന്നലെ തന്നെ ഉയർന്നതാണ്. ഒരു സംഘാടകൻ എന്ന നിലയിൽ ഒരു തരത്തിലും വിജയന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതല്ലേ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ വെളിവാക്കുന്നത്? അങ്ങനെ തന്നെയാണ് നീലിമ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ നൽകുന്ന സൂചന. വിജയ് എന്ന വ്യക്തിയെ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? ഒരു മുൻ സിനിമാ താരം എന്ന നിലയിലാണോ, അതോ മുൻ സിനിമാ താരം ഇപ്പോഴും അഭ്രപാളികളിൽ നിന്നും താഴെ വരാത്ത ഒരു രീതി അതാണോ, അതോ ഒരു പക്ക രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലേക്ക് സിനിമാ താരത്തിൽ നിന്നും രാഷ്ട്രീയ നേതാവിലേക്കുള്ള പകർന്നാട്ടം ഭംഗിയായി നിർവഹിച്ച ഒരാളാണോ? എൻ്റെ ഉത്തരം അങ്ങനെ സാധിച്ചിട്ടില്ല എന്നാണ്. ഒരു സിനിമാ താരം മാത്രമാണ് താരാരാധനയിൽ വീരാരാധനയിൽ അഭിരമിക്കുന്ന കുറച്ച് തമിഴ് ജനത. അത് എല്ലാം വോട്ടാക്കി മാറ്റിയെടുക്കാം എന്ന ഒരു മോഹത്തിലാണ്. അതൊരു വ്യാമോഹം മാത്രമാണ് യഥാർത്ഥത്തിൽ. നോക്കൂ, തമിഴകത്തിൻ്റെ ഒരു DNA, അത് പ്രാചീന തമിഴകം, അത് കേരളം ഉൾപ്പെടുന്ന സംഘകാല ചരിത്രത്തിലെ ഒരു പ്രാചീന തമിഴകത്തിൽ സംഘകൃതികൾ വരച്ചിടുന്ന ഒരു ചിത്രമുണ്ട്. അതാണ് തമിഴ് സൈക്കേ, അതാണ് ദക്ഷിണ ഭാരതത്തിൻ്റെ ഒരു സൈക്കേ. അവിടെ വലിയ കലാരൂപങ്ങളുണ്ട്, കാളയെ മെരുക്കുന്ന ആളുകളുണ്ട്, വലിയ അഴകന്മാരുണ്ട്. ഇവരൊക്കെ വലിയ വീരാരാധന അർഹിക്കുന്ന ആളുകളാണ് എന്നതാണ് കവിവചനം. അപ്പോൾ ആ ഒരു DNA ഇപ്പോഴുമുണ്ട്. അതിപ്പോൾ ഇന്ന് സിനിമയുടെ രൂപത്തിലാണ്. വലിയ അഭ്രപാളികളിൽ തിളങ്ങി നിൽക്കുന്ന വലിയ താരങ്ങൾ, അത് കമൽഹാസൻ ആയിക്കൊള്ളട്ടെ, രജനികാന്ത് ആയിക്കൊള്ളട്ടെ, മുൻകാലങ്ങളിൽ ജയലളിതയും MG രാമചന്ദ്രനും ആയിക്കൊള്ളട്ടെ, ഇപ്പോഴിതാ വിജയ്, ഇളയ ദളപതി വിജയിൻ്റെ കാലമാണ്. അങ്ങനെയെങ്കിൽ തനിക്ക് ലഭിക്കുന്ന ആ ഒരു അഡുലേഷൻ, തനിക്ക് ലഭിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട്, തൻ്റെ 850-ലധികം ഫാൻ ക്ലബ്ബുകൾ, വിജയ് മക്കൾ ഇയക്കം എന്ന പേരുള്ള ഫാൻ ക്ലബ്ബുകൾ, ഏതാണ്ട് 85,000-ഓളം അംഗങ്ങളാണ് ഈ ഫാൻ ക്ലബ്ബിൽ. ഈ ഫാൻ ക്ലബ്ബുകളെ ഒരു സംഘടനയായി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറ്റിയെടുക്കാം എന്ന ചിന്തയാണ് പിഴച്ചത്. ഈ ചിന്ത കമൽഹാസൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ബുദ്ധിപൂർവം ശ്രീമാൻ രജനികാന്ത് പിന്മാറുന്ന കാര്യവും നമ്മൾ കണ്ടു. കാരണം രജനികാന്തിനറിയാം തൻ്റെ DNA എങ്ങനെയാണ്. താൻ ഒരു നല്ല സിനിമാ താരമാണ്, മാസ് ക്രൗഡ് പുള്ളറാണ്, ഓക്കെ. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു നല്ല ഭരണകർത്താവാകണമെന്നില്ല എന്ന ബോധ്യം രജനീകാന്തിനുണ്ടായതുകൊണ്ടാണ് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനത്തിൽ നിന്നും ബുദ്ധിപൂർവ്വം വിട്ടുനിന്നത്. എന്നാൽ അത് അവസാനം ഒക്കെ പ്രവേശിച്ച വിജയകാന്ത് ചില ചലനങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട മുഖമായി ഒരിക്കൽ മാറി, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ കഴിഞ്ഞില്ല. അതുപോലെ കമൽഹാസൻ്റെ മക്കൾ നീതിമയ്യം 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ്. അദ്ദേഹം ഒരു ജൂനിയർ പാർട്ട്ണറായി ഇപ്പോൾ ഒതുങ്ങേണ്ട ഒരു ഗതി വന്നിരിക്കുന്നു. വിജയ് അത് മനസ്സിലാക്കിയില്ല, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിയില്ല. തന്നെ കാണാനായി വരുന്ന ആളുകൾ താരപരിവേഷം കാണാനാണ് വരുന്നത്. വാട്ട് ഈസ് ദ ഐഡിയോളജി ദാറ്റ് വിജയ് ക്യാൻ പ്രൊവൈഡ്? ഒരു തമിഴ് മക്കൾക്ക് പുതിയതായി ദ്രാവിഡ രാഷ്ട്രീയം നൽകാത്ത, ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകാനാവാത്ത എന്ത് പുതിയ പ്രത്യയശാസ്ത്രമാണ്, പ്ലാൻ ഓഫ് ആക്ഷനാണ്, പദ്ധതിയാണ്, രൂപരേഖയാണ് മിസ്റ്റർ വിജയന് നൽകാനാവുക? വിജയനൊരു ഉത്തരവില്ല. അദ്ദേഹത്തിൻ്റെ വലിയ ഫാൻ ഫോളോയിങ്ങോടുകൂടി കൊടിയുടെ റിലീസിങ്, അതുപോലെ ഒരു ആൻഥത്തിൻ്റെ റിലീസിങ്, ഇതെല്ലാം നമ്മൾ കണ്ടു 2024 ഫെബ്രുവരിയിൽ. അപ്പോൾ 1.5 വർഷം മാത്രം പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിക്ക് കാര്യമായ നേതൃത്വമില്ല. വിജയ് അല്ലാതെ തലയെടുപ്പുള്ള ഒരു നേതാവില്ല. സാധാരണഗതിയിൽ ഒരു പാർട്ടി തുടങ്ങുമ്പോൾ മറ്റു പല പാർട്ടികളിൽ നിന്നും വലിയ തോതിൽ തലയെടുപ്പുള്ള നേതാക്കൾ, പ്രവൃത്തി പരിചയമുള്ള, മാസ് ഫോളോയിങ്ങുള്ള നേതാക്കൾ കടന്നു വരും.
അങ്ങനെയൊന്നും കാര്യമായി സംഭവിച്ചിട്ടില്ല. ഇത് പുതുച്ചേരിയിൽ നിന്നും ഒരു ആനന്ദ് കടന്നു വരുന്നു, അതുപോലെ വേറെ ചില ചെറിയ ചെറിയ നേതാക്കൾ വരുന്നു. പക്ഷേ അതുകൊണ്ട് ഒറ്റയാൾ പാർട്ടിയാണ്, തൻ്റെ മാത്രം പ്രതിച്ഛായ ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ മൊത്തം മണ്ഡലങ്ങളിലും താനാണ് മത്സരിക്കുന്നത്, അതുകൊണ്ട് തൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ആരാധകരെ കാണുകയാണ്. താൻ നേതാവെന്ന രീതിയിലല്ല, ഒരു സിനിമാ തരം ആരാധകരെ കാണുന്ന രീതിയിലാണ്. അതുകൊണ്ട് ആദ്യ സമ്മേളനത്തിൽ തന്നെ പാകപ്പിഴകൾ കണ്ടു. ഇത് വിക്രപാണ്ടിയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനത്തിൽ ചെറിയ തോതിലുള്ള ഉന്തും തള്ളും സ്റ്റാമ്പേഡ് ഉണ്ടായി. അത് വലിയ അപകടത്തിൽ കലാശിച്ചില്ല. മധുരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പിന്നീട് നടന്ന ജില്ലാതല സമ്മേളനങ്ങൾ കരുതിക്കൂട്ടി തിരക്കുണ്ടാക്കാനായി, ഇതൊരു കോൺസ്പിറസി തിയറി ഒന്നും അല്ല കേട്ടോ, എങ്കിലും തിരക്കുണ്ടാകുന്ന രീതിയിൽ, വളരെ വലിയ തിരക്ക് ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതൊരു വലിയ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ്. വലിയൊരു ഗ്രൗണ്ടിൽ, ഒരു പടുകൂറ്റൻ ഗ്രൗണ്ടിൽ 1,00,000 പേർ തിങ്ങിക്കൂടിയാൽ ഒരുപക്ഷെ അത് നല്ലൊരു ഒപ്റ്റിക്സ് അല്ല. അതേസമയം വീതി കുറഞ്ഞ ഒരു റോഡിൽ വലിയ തോതിൽ ആൾക്കൂട്ടം കടന്നു നിൽക്കുമ്പോൾ അത് നൽകുന്ന ഒരു ഒപ്റ്റിക്സ് ഉണ്ട്. ആളുകൾ തിക്കി നിൽക്കുകയാണ്. പക്ഷേ ക്രൗഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള വ്യക്തമായ ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടുള്ള രാജ്യമാണിത്. അവിടെ പറയുന്ന ഒരു ചതുരശ്ര മീറ്ററിൽ 4 ഹ്യൂമൻ ബീയിങ്ങിൽ കൂടുതൽ വന്നാൽ സ്റ്റാമ്പീഡിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും സമ്മതിക്കരുത്. ഇതൊക്കെ മാനുവലിലുള്ളതാണ്, ക്രൈസിസ് മാനേജ്മെൻറ്റ് മാനുവലിലെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തമിഴ്നാടിൻ്റെ ഭരണകൂടം, DMK ഭരണകൂടം അതറിഞ്ഞില്ല എന്ന് പറയാനാവില്ല. ഒരു അനുമതി കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഏജൻസിക്ക് മനസ്സിലാക്കണം വിജയനോടൊപ്പം എത്ര പേരാണ് അദ്ദേഹത്തെ കാണാൻ പങ്കെടുക്കാൻ സാധ്യത. 10,000 പേർക്കുള്ള പെർമിഷനാണ് ചോദിച്ചത്. പക്ഷേ 25,000-ഓ 50,000 ഒരുപക്ഷെ ഇപ്പോൾ പറയുന്ന കണക്കിൽ 1,00,000-ലധികമോ പേര് വരാനുള്ള സാഹചര്യം സ്റ്റേറ്റ് ഇൻ്റലിജൻസ് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. ഇവിടെ വിന്യസിച്ചതോ കേവലം 500 പോലീസുകാരെ മാത്രമാണ് അവിടെ വിന്യസിച്ചത്. ഈ 500 പോലീസുകാർക്ക് 1,50,000 പേരെ മാനേജ് ചെയ്യാൻ ഒക്കുന്നത് അസാധ്യമായ കാര്യമാണ്. അത് മാത്രമല്ല, വിജയ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിന് ആവശ്യം വേണ്ട ഗുണമാണ് കൃത്യനിഷ്ഠ. അദ്ദേഹം തമിഴ് മക്കളുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കാത്തു നിന്ന് കൂടുതൽ വൈകാരികമായ ഒരു വിജൃംഭണ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന മാനസികാവസ്ഥ, അതാണോ ഒരു നേതാവ് പ്രതീക്ഷിക്കേണ്ടത്? നോക്കൂ, കൃത്യം 1 മണിക്ക് വരേണ്ടതാണ്. വിജയിൻ്റെ ട്രാവൽ ഇറ്റിനറിയിൽ ഉച്ചയ്ക്ക് 1 മണിക്കെങ്കിലും അദ്ദേഹം അവിടെ വരേണ്ടതാണ്. ആ മണ്ണിൽ അദ്ദേഹം കാല് കുത്തിയത് എത്ര മണിക്കാണ്? രാത്രി 7 മണിക്കാണ്. 6 മണിക്കൂറെങ്കിലും വൈകിയാണ് അദ്ദേഹം വരുന്നത്. ഇതേ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുമോ? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സമ്മേളനം 6 മണിക്കൂർ വൈകുമോ? ഒരിക്കലുമില്ല. അങ്ങനെയുള്ള സംഭവമൊന്നും കാര്യമായി ഉണ്ടായിട്ടില്ല. 1-2 മണിക്കൂർ വരെ വൈകാം പല ലോജിസ്റ്റിക്കൽ കാരണങ്ങളാൽ. പക്ഷേ മനഃപൂർവ്വമായി വൈകി എന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. കാരണം സമ്മേളനം തുടങ്ങേണ്ട സമയത്ത് അദ്ദേഹം പുറപ്പെടേണ്ട പോയിന്റിൽ നിന്നും പുറപ്പെട്ടിട്ടില്ല എന്ന് കാണാം. അതുകൊണ്ട് രാവിലെ മദ്രാസിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ വളരെ വൈകിയാണ്. ഇതൊക്കെ കാട്ടുന്നത് എന്താണ്? ഒരു നേതാവ് തനിക്ക് വേണ്ടി ആർത്തു വിളിക്കുന്ന ആളുകളെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിലാക്കി പരമാവധി നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് തൻ്റെ പ്രശസ്തി കൂട്ടിയെടുക്കുകയാണ്. ഇതൊന്നും അത്ര നല്ല ലക്ഷണങ്ങളല്ല, ഒരു നേതാവിന് ചേരുന്ന ലക്ഷണങ്ങളല്ല. അതിനുശേഷമോ അരുതാത്തത് സംഭവിച്ചു. വെള്ളക്കുപ്പി ഇടഞ്ഞു കൊടുത്തു, മരക്കം പൊടിഞ്ഞു വീണു എന്ന് വേണ്ട സകല കഷ്ടങ്ങളും ഉണ്ടായി. അതിനുശേഷം ഒരു നേതാവ് എന്താണ്? ചങ്കുറപ്പോടുകൂടി ഒരു നേതാവ് ചെയ്യേണ്ടത് എന്താണ്? ഞാനിതാ ജനമധ്യത്തിൽ നിൽക്കുന്നു, എനിക്ക് ഒളിച്ചോടാനായാലും ഇതെൻ്റെ ജനമാണ്, എന്നെ കാണാൻ വന്ന ജനമാണ്, ഞാൻ അവരെ സംരക്ഷിക്കും. വേണമെങ്കിൽ അത് പറയാം. ഒരു പക്ഷേ അത് അപകടമാകും. കാരണം കൂടുതൽ പേർ അദ്ദേഹത്തെ കാണാൻ തിക്കിത്തിരക്കി വന്നാൽ അപകടമാകും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നത് എന്താണ്? അവിടെ കാരൂറിലെ ഒരു ഗസ്റ്റ് ഹൗസിലോ സ്വല്പം മാറിയുള്ള സ്ഥലത്തോ മാറി നിന്നുകൊണ്ട് തൻ്റെ നേതാക്കളെ കൊണ്ട്, അണികളെ കൊണ്ട് ഈ സംഭവം ശാന്തമാക്കാൻ, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവുമായി അദ്ദേഹം നേരിട്ട് സംവദിക്കാനുള്ള ഒരു നേതൃഗുണമുണ്ടാക്കണം. അദ്ദേഹം ഒരു ഭീരുവിനെ പോലെ, ഒരു പരാജിതനെ പോലെ അദ്ദേഹം മദ്രാസിലേക്ക് പ്ലെയിൻ കയറുകയാണ്. അവിടെ ചെന്ന് 4 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഖേദപ്രകടനം നടത്തുന്നതും ഇതെൻ്റെ നെഞ്ചു പിടയുന്നു, എനിക്ക് വലിയ ദുഃഖമുണ്ടായി, ഞെട്ടലാണ് എന്നൊക്കെ പറയുകയും സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചപ്പോൾ അതല്ല, ഞാനിതാ 20 ലക്ഷം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത്. 20 ലക്ഷം എന്നൊക്കെ പറയുന്നത് ആനവായിൽ അമ്പഴങ്ങ എന്നത് മാത്രമേ ഉള്ളൂ. വിജയനെ സംബന്ധിച്ചിടത്തോളം, കോടീശ്വരനായ വിജയനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുകയൊന്നുമല്ല എന്ന് നമുക്കറിയാം. ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം വലിയ തുകയാണ്. അതൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു നേതാവിനെ അല്ല തമിഴകം ആഗ്രഹിക്കുന്നത് എന്ന് ഒരുപക്ഷെ തമിഴ് മക്കൾ തിരിച്ചറിയും. അതുകൊണ്ട് രാഷ്ട്രീയമായി വലിയ രീതിയിൽ വലിയ മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകാം. കാരണം DMK ആശ്വസിക്കുന്നുണ്ടാകാം, ഈ ആൾക്കൂട്ടമെല്ലാം വോട്ടായി മാറിയാൽ
തീർച്ചയായും DMK നേതാവ് സ്റ്റാലിനും മുഖ്യമന്ത്രിക്ക് അടുത്ത നിയുക്ത മുഖ്യമന്ത്രി അല്ലെങ്കിൽ അടുത്ത നിയുക്ത നേതാവ് ഉദയനിധി സ്റ്റാലിനുമൊക്കെ വലിയ വെല്ലുവിളിയാകുമോ എന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണി ഭാഗികമായിട്ടെങ്കിലും ഒഴിഞ്ഞു മാറിപ്പോയി. അതുകൊണ്ട് ഒരുപക്ഷെ അതായത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു ബുദ്ധി പോലും വിജയ് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിച്ചില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്.